കാര്യങ്ങൾ പറയാൻ അറിയുന്ന കാര്യങ്ങളാണ്. എൻ്റെ മുന്നിലിരിക്കുന്നതൊക്കെ കുറേ പണ്ഡിതന്മാർ തന്നെ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ബോധമുള്ളവരാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറയാൻ ചിലതിലൊക്കെ നമ്മൾ നാട്ടിൽ കുഴപ്പമുണ്ടാവേണ്ട വെച്ചിട്ടാണ്. നാട്ടിൽ കുഴപ്പം ഉണ്ടാവേണ്ട. കാരണം ജാഹിലീങ്ങൾ അധികമാണല്ലോ. അപ്പുറത്ത് ജാഹിലീങ്ങൾ അധികമാണെങ്കിൽ പിന്നെ ചിലതൊക്കെ പറഞ്ഞാൽ അവർക്ക് തിരിയാത്തത് വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കുന്നില്ല പലതും അത് അവരുടെ വിജയമായിട്ട് അവർ ആഘോഷിക്കുന്നുണ്ട്. അവരെ വിജയമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാനിട്ടല്ലോ. ഇൽമ് കുറയും, ഖിയാമത്ത് നാളിൽ ഇൽമ് കുറയും, ഇൽമിന്റെ ആൾക്കാർ കുറയും. മൗത്തിൽ ഉലമാന്നാണ്. ഇൽമ് കുറയും, ഖിയാമത്ത് നാൾ അടുക്കുമ്പം ഇൽമ് കുറയും. ഇൽമ് കുറഞ്ഞിട്ട് എന്താക്കും? ഇൽമ് കുറയൽ ആലിമീങ്ങൾ കുറയും. ആലിമീങ്ങൾ കുറയും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അധികരിക്കും, ജാഹിലീങ്ങൾ അധികരിക്കും. അവരെന്താക്കും? ജനങ്ങൾ നേതാക്കളാക്കും. അവരെ നേതാക്കളാക്കും. പള്ളിന്റെ മിഹ്റാബിലും ഖളാഇന്റെ സ്ഥലത്തൊക്കെ അവരാക്കും എന്ന് ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞിട്ടുണ്ട്. കാലിയാക്കും, ഫൗണ്ടേഷൻ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അറിയുന്ന സംഗതിയല്ലേ? ആവാൻ പറ്റുമോ? ഒരു ഖാദിന്റെ നിയമം എന്താ? മുജ്തഹിദ് ആവണം എന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു നോക്കിയാൽ അതിന്റെ ഷുറൂത്തുൽ ഖാദിയിൽ ഒന്നാമത് പറയുന്നത് മുജ്തഹിദ് ആവണം. ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ പറയാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആയണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയേണ്ടതൊക്കെയാണ്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഹദീസൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയവർ, നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയവർ, സാധാരണ മൊലിയാരല്ല. ഞാനൊന്നും അതിൽ പെടൂല, കാണിയാൻ പറ്റില്ല. ഞാൻ അതിന്റെ അടിസ്ഥാനം അതാണ്. പിന്നെ എന്തെങ്കിലും കിതാബൊക്കെ നോക്കി തിരിയാൻ പറ്റുന്നവർ, അതില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വോട്ടടക്കാം വേണമല്ലോ. കാരണം അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? അയാളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ? അങ്ങനെ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നില്ല. അതാണ് ഇതിന് ഏറ്റവും വലിയ രസം. അങ്ങനെ മൂപ്പരൊക്കെ കിതാബ് ഓതിയ ആളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളെന്ന് ആരും പറയുന്നൊന്നുമില്ല. ഞാൻ വിവരല്ല, എനിക്ക് കളിയാവണം, ആക്കിക്കൊള്ളി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ടുക? അതിനാക്കാൻ കുറെ തയ്യാറും കുറെ ആൾക്കാർ തയ്യാറാണ്, രാഷ്ട്രീയ പേരിലും മറ്റുമൊക്കെ ആയിട്ട്. അതിന് നമ്മളെ കൂടെ നിന്ന് കുറെ ആൾക്കാർ കൂടിക്കൊടുക്കുകയാണ്. ഇതിനൊക്കെ ഒരു മസലി നിയമമൊക്കെ അല്ലേ, അതിര് വിട്ടുകൊണ്ട് പോവുക. അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്ന് തന്നെ നമുക്ക് പറയണം. പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങൾ പേടിച്ചിട്ടല്ല. ഞങ്ങൾ ഈ ജനങ്ങളിൽ വിവരമില്ലാത്തവർ അധികമാകുമ്പം അവരിൽ കുഴപ്പമുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആഘോഷിക്കുകയാണ്, പല നിലക്കും ആഘോഷിക്കുകയാണ്. സമസ്തക്കെതിരാണത്. സമസ്തക്കെതിരെ സമസ്ത ഒരു CIC വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത് കേൾക്കാൻ തയ്യാറില്ല. പണ്ട് അങ്ങനെയാണോ? പണ്ട് ഈ സാദാത്തുക്കളും അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളൊക്കെ തന്നെ സമസ്ത എന്ത് പറയുന്നു അതിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇന്ന് അതിന് തയ്യാറല്ല. സമസ്തനെ വെല്ലുവിളിച്ചുകൊണ്ട് വേറെ പാർട്ടി ഉണ്ടാക്കുക, വേറെ സംഗതി ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് കരുതിയിരുന്നോളണം. നമ്മളല്ല, അവർ കരുതിയിരുന്നോളണം. നമ്മളെടുത്ത് ആയുധങ്ങളുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അത് ദുരുപയോഗം ചെയ്യാതെ, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ അന്ത്യഘട്ടത്തിൽ അത് എടുക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ലതാണ്. അതിര് വിട്ടു പോകുന്നുണ്ട് നിങ്ങൾ, പല നിലക്കും അതിര് വിട്ടു പോകുന്നുണ്ട്. പല മഹല്ലുകളിലും കാളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, പണ്ട് കാളിമാരല്ല ഇവിടെ, ഇപ്പോഴും ഇല്ല കാളിമാര്. അവരുടെ സ്ഥലത്ത് കാളിയാക്കിയാൽ അവിടുത്തെ കാളിയാണ്. ഈ വിവരമില്ലാത്തവനെ കാളിയാക്കിയാലും അവൻ അവിടുത്തെ കാളിയല്ലാവുള്ളൂ. വിവരമില്ലാത്തവനെ കാളിയാക്കി അവൻ അവിടുത്തെ അല്ലാതെ വേറെ കാളിയാവോ? ഇതെങ്ങനെ മനസ്സിലാകത്തെ? എന്നിട്ടെന്താ പിന്നെ എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് കാളി ഫൗണ്ടേഷൻ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ തിരിയില്ലാന്ന് വിചാരിച്ചാ? അങ്ങനെ ഒന്നും എവിടെയെങ്കിലും ഉണ്ട്? ഒരു കാളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാധനം കാളിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യുഹൽ കാളി ബിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അസൽനാക്കും. ഇതൊക്കെ നമ്മളിപ്പോ പിന്നെ കാളിന്റെ കിതാബ് എല്ലാ കിതാബിലും ഓതി പഠിച്ചിട്ടുണ്ട്, കാളിയാരെ പിരിച്ചിടുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തിരിയാത്തതെല്ലാം ഒക്കെ ഉള്ളതാണ്. ഉള്ളതനുസരിച്ചിട്ട് എല്ലാവരും സഹകരിച്ചു പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നല്ലതാണ്. വല്ല രാഷ്ട്രീയം വളർത്താനാണെങ്കിൽ അതിന് നമ്മളാരും എതിരല്ല. നമ്മൾ ആ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരൊക്കെ തന്നെയാണ് വളരണം. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സംഘടിത മേഖല വളരണം, ഐക്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഞങ്ങളിൽ ഇസ്ലാം ഉള്ളത് കൊണ്ട്, ഇസ്ലാം നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാമികമായ സംഘടനയ്ക്ക് എതിരാവില്ല. അത് ഭൗതികമാവട്ടെ രാഷ്ട്രീയമാവട്ടെ ഏതായിരുന്നാലും ശരി, അത് മനസ്സിലാക്കണം. അതും മനസ്സിലാക്കാത്തവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ അപകടം. അത് മനസ്സിലാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അനുഗ്രഹ പ്രഭാഷണം നിർത്തട്ടെ കേട്ടോ.
ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ പറയാൻ, മാരിവാൻ കൊടുക്കാനും ആയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പിടിച്ച കയറ് വയത്തസ്മു ബിഹബിലില്ല എന്ന് പറഞ്ഞ ഈ കയറ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിന് ആരും സംശയിക്കണ്ട, അവിടെ നമ്മൾ മാറും വേണ്ട. ഈ ഹബിലുല്ലാഹിലാണ് നമ്മളുള്ളത്. ആ നിലക്ക് തന്നെ നമ്മൾ ജീവിച്ച് മരിക്കണം. അള്ളാഹു നമുക്കും നമ്മളെ കുട്ടികൾക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അങ്ങനെ ജീവിച്ച് മരിക്കാനും പുന്നാര നബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനും അർഹമുർ റഹീമായ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.